ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഡീപ്പ് ക്ലീനിങ് ചലഞ്ചിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവും കരുതുന്നു. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇനിയും ഞാൻ 10 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ലഞ്ചും ഒക്കെ റെഡിയാക്കി വെക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ചും എല്ലാം റെഡിയാക്കി 10 മണിയാകുമ്പോഴത്തേന് നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കണം കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ മാറാലൊക്കെ തട്ടി ഒക്കെ റെഡിയാക്കുക. അപ്പോൾ ലഞ്ചും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആകൊക്കെ ഒന്ന് അടക്കി പൊറുക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കാൻ കേട്ടോ. എന്നാൽ നമുക്ക് സാവധാനത്തിൽ നമ്മൾ ഇതിലിങ്ങനെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ്, ഞാൻ പണി ഉണ്ടല്ലോ എടുക്കുക എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇത് ഓരോന്ന് എല്ലായിടത്തൊന്ന് തട്ടി മാറാനും എല്ലാം തട്ടിക്കൊട്ടിയതിന് ശേഷം സോഫകളൊക്കെ ഉണ്ടെങ്കിൽ സോഫ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കിയിടാം. അപ്പോൾ ഇന്ന് ഞാൻ 2ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസ് റൂമാണ് ചെയ്യുന്നത്, സോഫ ഇട്ട റൂം. അപ്പോൾ ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അന്ന് ഞാൻ ഡൈനിങ് ഹാളായിരുന്നു. അങ്ങനെ 10 ദിവസം കൊണ്ട് നമ്മളെ ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് വല്ലാതെ ഭാരം തോന്നുമില്ല. എന്നാൽ നമ്മളെ വീട് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. മൊത്തം അങ്ങോട്ട് വലിച്ചു വാരിട്ട് ക്ലീൻ ചെയ്യണില്ലാതെ ഓരോ പാർട്ടാക്കിയിട്ട് വീട് 10 പാർട്ടാക്കിയതിന് ശേഷം ഓരോ പാർട്ടാക്കിയാണ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് തോന്നും കേട്ടോ. മറ്റായ മൈൻഡ് മൊത്തം ഡിസ്റ്റർബ് ആയിക്കാറ്. ഇത് മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് കുളിച്ച് റെഡി ആവാനുണ്ടാവുക, വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ 10-12 മണിയാകുമ്പോഴത്തേന് നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് അകത്ത് കയറാം. അങ്ങനെ സോഫയൊക്കെ നീക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറേ മാറാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് തട്ടുക. അതിടയ്ക്ക് ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന സംഭവങ്ങൾ എല്ലാ മാസവും ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ തന്നെ നമ്മളെ വീടൊന്നും ക്ലീനായിട്ട് നിൽക്കും കേട്ടോ. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ എല്ലാവരാണെങ്കിൽ അവർക്ക് ഉറക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിന് ജനലുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം. തുടക്കണതിന് മുന്നേ വെള്ളത്തേക്ക് എന്തെങ്കിലും സ്മെല്ലിന് ലിക്വിഡ് എന്തെങ്കിലും ചേർക്കാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഓരോന്ന് തുടച്ചെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ജനലൊക്കെ നല്ല ക്ലീനായിട്ട് നിൽക്കും. ഇനി ജനലിൻ്റെ പൊളി ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ദിവസം ഒരു ദിവസം അതിനായിട്ട് പുറത്തുനിന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ഇത് ആദ്യം ഇനി പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പുറം ക്ലീൻ ചെയ്യണമെങ്കിൽ ചെയ്യുക. പിന്നെ ഓരോ 2 ജനലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നിച്ച് സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യണമെന്ന് ചെയ്താലും മതി. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടോ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ തോത്തുന്ന കൂടെ തന്നെ സ്വിച്ച് ബോർഡ് അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ തിരഞ്ഞു പിടിച്ച് എവിടേക്ക് പൊടി ഉണ്ടാവും എന്നുള്ളത് തിരഞ്ഞു പിടിച്ച് അവിടേക്ക് ക്ലീൻ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാ സ്ഥലവും ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ സോഫേൻ്റെ അടി ക്ലീൻ ചെയ്യും. അവിടെ തുടച്ചിട്ട് സോഫ കണ്ട് നീക്കിയിടുക. അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം കൂട്ടി തുടക്കുക. അതിന് ശേഷം ഒന്ന് പിഴിഞ്ഞിട്ട് തുടച്ചാൽ മതി. അപ്പോൾ തന്നെ അവിടേക്ക് ക്ലീൻ ആയിക്കോളും. അതിന് ശേഷം സോഫ നീക്കിയിടുക. ഇങ്ങോട്ട് സോഫയും മൊത്തത്തിൽ തുടക്കാം കേട്ടോ. അതിൻ്റെ അടിയും സൈഡും മൊത്തം തുടക്കണം കേട്ടോ. എല്ലാ ഭാഗവും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ.
അങ്ങനെ പെട്ടെന്നുണ്ടല്ലോ അങ്ങനെ എല്ലാ പണികളും നമ്മളത് തീരാനായി. ഇനി സോഫ തുടച്ച് ആകെ ഒന്ന് തുടച്ചിട്ടാൽ തന്നെ മൊത്തത്തിൽ ക്ലീനായി. അങ്ങനെ സോഫയും തുടച്ച് കഴിഞ്ഞാൽ അകം മൊത്തത്തിൽ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് തന്നെ വെച്ച് ഒക്കെ സെറ്റാക്കി. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളെ ഒരു ഭാഗം കൂടി ഇവിടെ തീർന്നു കേട്ടോ.